السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة اللسان يفقهوا قولي. I hope everyone had a refreshing time. This session focused on a critical role of parents in shaping the professional and personal excellence of their children. It is a celebration of guidance, care, and enduring bond between the parents and children. Tonight's theme, Parental Shade for Professional Excellence, emphasizes how the unconditional love, sacrifice, and guidance of parents from the backbone of child success. This session will feature inspiring anecdotes, thought-provoking talks, and practical insight for both the parents and aspiring professionals. As like every session, we have a legend for this session too. To begin our session, we present the legend of the session, Al-Aslamiyya. This story is a powerful reminder of how perseverance coupled with parental guidance can lead to extraordinary achievements. I invite the speaker. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മാതാപിതാക്കളാണ് പലപ്പോഴും നമ്മുടെ വഴികാട്ടികൾ. തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മെഡിക്കൽ രംഗത്തിൽ അടിത്തറ പണിത ഒരു മഹത് വനിതയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദ ലേഡി വിത്ത് ദ ലാമ്പ് എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേളെയാണ് ആദ്യത്തെ നേഴ്സായി വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അവർ ജീവിച്ചിരുന്നതിന് 1200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ നേഴ്സ് അങ്ങ് മദീനയിൽ ജനിച്ചിരുന്നു എന്നാണ് വാസ്തവം. പ്രവാചക ശിഷ്യയായിരുന്ന റുഫൈദ അൽ അസ്ലമയാണ് നേഴ്സിംഗ് രംഗത്തിന് അടിത്തറ പണിത ആ മഹത് വനിത. മദീനയിലെ ഹസ്രജ് ഗോത്രമായ ബനു അസ്ലമിൽ ജനിച്ച റുഫൈദ അൽ അസ്ലമിയ വൈദ്യനായിരുന്ന തൻ്റെ പിതാവ് സഅദ് അൽ അസ്ലമിയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ പരിശീലനം നേടുകയും രോഗി പരിചരണ രംഗത്ത് നിപുണയാവുകയും ചെയ്തു. മുസ്ലിം സൈന്യം യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് റുഫൈദയും സംഘവും പരിക്കേറ്റ സൈനികരെ സഹായിക്കുന്നതിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രവാചകനോട് അനുമതി ചോദിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ്റെ അനുമതിയോടുകൂടെ അവർ ബദർ, ഉഹദ്, ഖന്ദഖ്, ഖൈബർ തുടങ്ങിയ യുദ്ധങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. ഈ യുദ്ധങ്ങളിലെല്ലാം റുഫൈദയുടെ വൈദ്യപ്രാവീണ്യം പരിക്കേറ്റ സൈനികരുടെ ചികിത്സയിൽ മുഖ്യ പങ്ക് വഹിച്ചു. അങ്ങനെ രോഗികളെയും പരിക്കേറ്റവരെയും ചികിത്സിക്കുന്നതിന് വേണ്ടി അവർ നബിയുടെ പള്ളിയുടെ പുറത്തൊരു തമ്പ് സ്ഥാപിച്ചു. ഇതിനൊക്കെ പുറമെ നഴ്സിംഗിൽ താല്പര്യമുള്ള മറ്റു സ്ത്രീകളെ അവർ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നഴ്സിംഗ് സമൂഹത്തെ തന്നെ വാർത്തെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഈ മഹത് വനിതയുടെ ആദരസൂചകമായി ബഹ്റൈൻ സർവകലാശാല റുഫൈദ അൽ അസ്ലമിയ പ്രൈസ് എന്ന പുരസ്കാരം നൽകി മികച്ച നഴ്സുമാരെ ആദരിച്ചു വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Jazakumullah khairan. As we know that for every session we have a typical kind of program like the legend, the gem, and the jewel. As for this session, the gem of this session is coolness of the eyes. Every parent finds their joy and satisfaction in their children's success, often described as the coolness of their eyes. Tonight, we have the honor of presenting the gem of the session, Ansab Swabahi, whose journey is a shining example of how the shade of parental care paves the way of professional success. I invite Ansab Swabahi. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നൊരു ഗുണം സൂറത്ത് ഫുർഖാനിലൂടെ കാണാൻ സാധിക്കും. അവർ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയാതിന ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ മക്കളിലും ഇണകളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. വജഅൽന, നീ ഞങ്ങളാക്കി തീർക്കണം. ലിൽ മുത്തഖീന ഇമാമ, തെക്കുവ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കണമേ. ഈ ആയത്തുകളിലുള്ള ഒന്നാമത്തെ പാഠം
ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹു പരിഗണിക്കുകയില്ല. 2, ഒരാളുടെ ജീവിതത്തിൽ, മുസൽമാൻ്റെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് പ്രാർത്ഥന എന്നും. 3, ഏതൊരാളുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ് നല്ല ഇണയെ ലഭിക്കുക, നല്ല സന്താനത്തെ ലഭിക്കുക, ആ ഇണകളിൽ സന്തോഷം ലഭിക്കുക, സമാധാനം ലഭിക്കുക. അതിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിബന്ധനകൾ പാലിക്കുന്നതോടൊപ്പം നിൻ്റെ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥനയും അനിവാര്യമാണ്. ചേർത്ത് വെക്കുന്നു. ഏതൊരാളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത വരുന്നു, മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ അനുസരണക്കേടോ പീഡനങ്ങളോ അനുഭവിക്കേണ്ടി വരുന്നു, മക്കളിൽ നിന്ന് അനുസരണക്കേട് വരുന്നു, സഹോദരങ്ങൾ തമ്മിലടിക്കുന്നു, ഏതെങ്കിലും ഇണകൾ തമ്മിൽ ചെറിയ ശണ്ട കൂടുന്നു, ഇങ്ങനെയെല്ലാം ജീവിതം അസ്വസ്ഥമാകുന്നുവെങ്കിൽ നീ ആലോചിക്കേണ്ടത്, ഈ അസ്വസ്ഥതയ്ക്കുള്ളൊരു കാരണം നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്ത തിന്മകളാകാമല്ലോ, നീ ചെയ്ത അപരാധങ്ങളാകാമല്ലോ. ചേർത്ത് വെക്കുന്നു. ഇങ്ങനെയുള്ള ഏതൊരാളുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഖുർറത്തു ഐൻ. തൻ്റെ സന്താനങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും തൻ്റെ ഇണകളിൽ നിന്നും താൻ ആഗ്രഹിക്കുന്നതാണ് ഖുർറത്തു ഐൻ. ആ ഖുർറത്തു ഐനെ സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വശം ചേർത്ത് വെക്കുന്നത് പരിശുദ്ധ ഖുർആൻ. ഏതൊരാളും തൻ്റെ ഇണകളിൽ തൻ്റെ സഹകരണത്തോടു കൂടി പരസ്പരം സുഖത്തിന് വേണ്ടി, പരസ്പരം പരലോക വിജയത്തിന് വേണ്ടി അങ്ങനെ ഒരു സഹകരണത്തോടു കൂടി ഒരു ഇണയെ ലഭിക്കുക എന്നുള്ളത് അത് അവൻക്ക് സൗഭാഗ്യവാനാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൾ സൗഭാഗ്യവതിയാണ്. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പരലോക ജീവിതത്തിന് ഒതുങ്ങുന്നൊരു മക്കളെ ലഭിച്ചാൽ ആ രൂപത്തിലൊരു മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. ലിൽ മുത്തഖീന ഇമാമ, ഇമാമുകളാക്കണം. അതോടൊപ്പം കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീരുകൾ 2 തരമാണ്. ആ ഖുർറത്തു ഐൻ 2 തരമുണ്ട്. ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ, 2 സങ്കടത്തിൻ്റെ കണ്ണുനീർ. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ഇണകൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, മക്കളെക്കുറിച്ച് രക്ഷിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീർ അത് സങ്കടത്തിൻ്റെതാണെങ്കിൽ, വേദനയുടേതാണെങ്കിൽ അതിനല്പം ചൂടുള്ളതാണ്. എങ്കിൽ നമ്മെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇണകളുടെ കണ്ണുകളിൽ നിന്ന് കടന്നു വരുന്നത്, നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീർ അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണെങ്കിൽ, ആനന്ദത്തിൻ്റെ കണ്ണുനീരാണെങ്കിൽ അതിനല്പം തണുപ്പുള്ളതാണ്, ശാന്തിയുള്ളതാണ്. മാത്രമല്ല ലിൽ മുത്തഖീന ഇമാമ, സാധാരണ തെക്കുവയുള്ളവനായാൽ പോരാ, തെക്കുവ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഴുവനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നേതാവായി മാറ്റണമെന്ന ബോധം, ആ ബോധത്തിൽ ഉയർന്ന് സാധാരണ തെക്കുവയുള്ളവനല്ല, മറ്റുള്ള ആളുകൾക്ക്, തെക്കുവ ആഗ്രഹിക്കുന്നവർക്ക് എന്നിൽ മാതൃകയാക്കണം. ഈ ഒരു ബോധത്തോടു കൂടി മുന്നോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന തലങ്ങൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. ഇത്തരത്തിലെ സമൂഹത്തിൽ തെക്കുവ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് മാതൃകയാക്കുന്ന സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.